നമ്മൾ കഴിഞ്ഞ ആഴ്ച കൊരിന്തി ലേഖനത്തിന്റെ 12-ാം അധ്യായമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ആദ്യത്തെ ഏതാനും വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിക്കാനിടയായി. ആം, കൃപാവരങ്ങളാൽ എങ്ങനെ ഒരു സഭ ശുശ്രൂഷിക്കപ്പെടുന്നു, നമ്മളെ ഒന്നിപ്പിക്കുന്നത് എന്താണ്, നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. ഒരാൾ ആത്മാവിൽ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ അതെങ്ങനെ തിരിച്ചറിയാം എന്ന കാര്യം ഈ വാക്യഭാഗങ്ങളിലുണ്ട്. നമ്മൾ ആത്മീയ വരങ്ങളെക്കുറിച്ചും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും അറിവുള്ളവരായിരിക്കണമെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാതെ അകറ്റിക്കളയുന്ന ഒരു സ്പിരിറ്റ് നമ്മുടെ ഇടയിൽ, ഈ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ നിന്ന് വ്യാപരിക്കുന്നുണ്ട്. മുഴുവൻ ക്രിസ്ത്യാനികളുടെ, പെന്തക്കോസ്തുകാരെ മാത്രം പറയേണ്ട കാര്യമില്ല, മുഴുവൻ ക്രിസ്ത്യാനികളുടെ ഇടയിലും യേശു ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാതെ ലോകത്തിലേക്ക് തിരിച്ചുവിടുന്ന ഒരു മാമോന്റെ സ്പിരിറ്റ് ലോകം മുഴുവൻ അത് വ്യാപരിക്കുന്നുണ്ട്. ഈ അന്ത്യകാലത്ത് പ്രത്യേകിച്ചും അത് വളരെ പ്രകടമാണ്. മനുഷ്യന്റെ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു പരാക്രമം, ഒരു പരിശ്രമം, ദൈവത്തിന്റെ ഗ്ലോറിയെ സംബന്ധിക്കുന്ന എല്ലാത്തിനോടുമുള്ള ഒരു വിരോധം, ദൈവത്തിന്റെ സോവറിനിറ്റിക്കെതിരെ എല്ലാത്തിനോടും, ദൈവികമെന്ന് വിചാരിക്കുന്ന എല്ലാത്തിനോടുമുള്ള ഒരു അമർഷം, മനുഷ്യനെ ഉയർത്താനുള്ള ഒരു പരിശ്രമം, അത് ഉപദേശ രൂപത്തിലായാലും, അത് പ്രാർത്ഥിക്കുന്ന വിഷയത്തിലായാലും, ബെനിഫിറ്റ്സിന്റെ കാര്യത്തിലായാലും, ഗ്ലോറിയുടെ കാര്യത്തിലായാലും, രാജ്യത്തിന്റെ കാര്യത്തിലായാലും, ഈ ഒരു മനുഷ്യന്റെ പ്രൊമിനൻസിന് വേണ്ടി പരിശ്രമിക്കുന്ന തിയോളജിയും ഉപദേശങ്ങളും പ്രവചനങ്ങളും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. When man is glorified and God is not, it is not the Holy Spirit. It's always man's spirit and his conscience doing it. ഒരിക്കലും ദൈവത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നില്ലെങ്കിൽ അതൊരിക്കലും ദൈവത്തിന്റെ ആത്മാവല്ല. മനുഷ്യരെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു ഉപദേശം, അത് രക്ഷയെക്കുറിച്ചായാലും, അത് സമ്പത്തിനെ കുറിച്ചായാലും, നമ്മളിവിടെ ജീവിച്ചു പോകുന്നതിനെ കുറിച്ചായാലും, ഇഫ് സംതിങ് ഈസ് ആട്രിബ്യൂട്ട് ടു മാൻ, ദ ഗ്ലോറി ഓഫ് സംതിങ് ഈസ് ആട്രിബ്യൂട്ടഡ് ടു മാൻ, അറ്റ്ലീസ്റ്റ് ഇൻ പാർട്ട്, അത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ സോവറിനിറ്റിക്കെതിരെയാണ്, ക്രിസ്തുവിന് എതിരെയാണ്. അപ്പം ഇൻ എവറിത്തിങ് വി നീഡ് ടു ഗിവ് താങ്ക്സ്, ഇൻ എവറിത്തിങ് വി നീഡ് ടു പ്രൈസ് ഹിം. എല്ലാറ്റിലും അവൻ്റെ നാമം മഹത്വപ്പെടേണ്ടതാണ്, എല്ലാറ്റിലും അവൻ്റെ നാമം ഉയർത്തപ്പെടേണ്ടതാണ്. അതാണ് നമ്മുടെ ബേസിക് തിയോളജി എന്ന് പറയുന്നത്. തിയോളജി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പേടിയാണ്. എന്തിനാണ് തിയോളജി? തിയോളജി എന്ന് പറയുന്ന ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. ലോഗോസ് തിയോസ്, തിയോസ് ലോഗോസ് ആണ്. അതായത് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ്. ആ അറിവ് ദൈവത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നതിലേക്ക് എത്തുന്നില്ലെങ്കിൽ നമ്മുടെ അറിവ് ദൈവികമല്ല. നമ്മൾ എന്ത് ദൈവത്തെക്കുറിച്ച് അറിഞ്ഞാലും അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലേക്ക് എത്തുന്നില്ലെങ്കിൽ ആ അറിവ് ദൈവികമല്ല. ക്രിസ്തുവിനെ ഉയർത്തുന്നതല്ലെങ്കിൽ അത് ദൈവത്തിന്റെ ആത്മാവുമല്ല. ഇന്ന് നമ്മൾ നമ്മുടെ ഇടയിൽ കാണുന്ന ആ ഒരു സ്പിരിച്വൽ ഫെനോമെന നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, ക്രിസ്തു പതുക്കെ പതുക്കെ ആ സഭകളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ഇൻ ദ ലോങ് റൺ, ഇഫ് യു ലുക്ക് അറ്റ് ദോസ് ചർച്ചസ്, നമ്മൾ ആദ്യമൊക്കെ യേശുവിൻ്റെ നാമത്തെ അത്ഭുതങ്ങളൊക്കെ പറയുമെങ്കിലും പതുക്കെ പതുക്കെ ആ യേശുവിൻ്റെ സ്ഥാനം ഈ ശുശ്രൂഷകർ ഏറ്റെടുക്കുകയും പതുക്കെ പതുക്കെ അത് ആ കർത്താവ് എന്ന് പറയുന്ന ആൾ തന്നെ ആ സഭയിൽ നിന്ന് ഡിസപ്പിയർ ചെയ്യുകയും ചെയ്യും. അത് നമ്മൾ ഒത്തിരി സഭകളിൽ അത് കാണുന്നുണ്ട്. ഈ അന്യഭാഷ പറയുന്ന സഭകളിലും അത് ഉണ്ട്. ആത്മാവെന്ന് പറഞ്ഞ് അവർ പല വിധത്തിലായ കൃപാവരങ്ങൾ അവർ പ്രാക്ടീസിന് പരിശ്രമിക്കുമ്പോഴും ദ സ്പിരിറ്റ്, കർത്താവിൻ്റെ അല്ലാത്ത ഒരു ആത്മാവ്, അന്യാഗ്നി ഇവിടങ്ങളിലെല്ലാം കത്തുന്നതായിട്ടും, ഒരു അന്യദേവ ആരാധന നമ്മളറിയാതെ തന്നെ, ഈ നേരത്തെ ബിജു ബ്രദർ പറഞ്ഞ പോലെ ആ ഐഡൽ, നമ്മുടെ ഐഡൽ തന്നെ നമ്മുടെ ഒരു രാജ്യം സൃഷ്ടിക്കാൻ വേണ്ടി അന്യാഗ്നി കത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ യേശുക്രിസ്തുവിനെ ഉയർത്താത്ത ആത്മാക്കളെ കുറിച്ച് വിവേചിക്കണമെന്നും അതിനെക്കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കണമെന്നും പറയുന്നത്. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. ഇന്ന് എത്ര മനോഹരമായിട്ടാണ് ദൈവം അവൻ്റെ സഭയെ പണിയുന്നത്. അതുപോലെ എന്താ പറയുന്നത്, മനോഹരമായ ഒന്നും ഈ ലോകത്തില്ല. സാത്താൻ അവൻ്റെ വ്യവസ്ഥയെ കൊണ്ടിരുന്നു അതുപോലൊരു കുടിലതാണ് ഇത്. ശരിക്കും ദൈവത്തിൻ്റെ മനോഹരമായ എഞ്ചിനീയറിങ്ങിൻ്റെ ഓപ്പോസിറ്റായിട്ട് സാത്താൻ്റെ ഒരു കുടിലതയും നമുക്ക് കാണാം. എങ്ങനെയാണ് അന്ത്യകാലത്ത് ക്രിസ്തുവിനെതിരെ ആളുകളെ തിരിക്കുന്നതെന്നുള്ളത് ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞു തോന്നുന്നു. നമ്മുടെ ഒരു സഹോദരൻ ഒരു IPCയിലെ പാസ്റ്ററോട് പറയാണ്, നിങ്ങൾ ക്ഷമിക്കുക, വിട്ടുകള എന്ന് പറഞ്ഞപ്പം, അത് കർത്താവ് അങ്ങനെയല്ലേ പറഞ്ഞേക്കെന്ന് ചോദിച്ചപ്പം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? യേശുക്രിസ്തു യഹൂദന്മാരോട് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ദറ്റ്സ് നോട്ട് ആപ്ലിക്കബിൾ ടു മീ ബിക്കോസ് ക്രൈസ്റ്റ് ഈസ് റിജക്റ്റഡ്. ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ ഉൾപ്പെടാതെ എനിക്കുള്ളതല്ലെന്ന് ഇവർ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞതൊന്നും, കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ദിക്കുന്ന പാപങ്ങൾ, കർത്താവിൻ്റെ പുനരുത്ഥാനത്തെ കർത്തൃത്വത്തെയും നിഷേധിക്കുന്ന പാപങ്ങൾ നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നു. അത് സഭയായിട്ട് അത് സഭകളായിട്ട് അത് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ പറയുന്നത്, എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. നമ്മളെല്ലാവരും ഒരുപോലെയല്ല, നമ്മളെല്ലാവരും സംസാരിക്കുന്ന രീതിയും ഒരുപോലെയല്ല. ഇപ്പം ഞാൻ
എന്തുകൊണ്ടാണ് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃപാവരങ്ങളിൽ മാത്രമാണ്, നമ്മുടെ കൺഫെഷനിലല്ല. ദ കൺഫെഷൻ ഈസ് ഓൾവേസ് ദ സെയിം. നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ഒന്ന് തന്നെയാണ്, എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, ആത്മാവ് ഒന്ന് തന്നെയാണെങ്കിൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ശുശ്രൂഷിക്കുന്ന പല രീതിയിലാണെങ്കിലും എല്ലാ ശുശ്രൂഷകളും ഒരേ ആത്മാവിലായിരിക്കണം. ക്രിസ്തു എന്ന തലയിലേക്ക് ഓരോ അവയവങ്ങളെ കണക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം. നമ്മൾ എന്ത് ശുശ്രൂഷ ഉണ്ട്, കൃപാവരം ഉണ്ടെന്ന് പറഞ്ഞാലും അതെല്ലാം ക്രിസ്തു എന്ന തലയിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുന്ന രീതിയിൽ മാത്രമേ ആകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഓരോ ശുശ്രൂഷകളും ഓരോ കൃപാവരങ്ങളും പരിശോധിക്കപ്പെടേണ്ടത് ആ രീതിയിലാണ്. അപ്പോൾ ഒരാൾ അത്ഭുതം ചെയ്തു, രോഗിയെ സൗഖ്യമാക്കി, ഭൂതങ്ങൾ എഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇഫ് ഹി ഈസ് നോട്ട് പ്രീച്ചിങ് ക്രൈസ്റ്റ് ആൻഡ് ഹിം ക്രൂസിഫൈഡ്, അവന്റെ ഉള്ളിലുള്ള ആത്മാവ് ക്രിസ്തുവിനെ അവന് വെളിപ്പെടുത്തി കൊടുക്കുന്നില്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ ഫാൾസ് മിറക്കിൾ, ഇറ്റ് ക്യാൻ ബി എ ഡിസെപ്ഷൻ. ക്രിസ്തുവിനെ കൺഫസ് ചെയ്യാനെങ്കിൽ യഥാർത്ഥ സ്പിരിറ്റ് ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. അത് വാക്കുകൊണ്ട് കൺഫസ് ചെയ്യുന്നതല്ല, ആ ലൈഫ് കൊണ്ട് ക്രിസ്തുവിനെ കൺഫസ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് പോസിബിൾ ഓൺലി വിത്ത് ദോസ് പീപ്പിൾ ഹു ഹാവ് ദ ഹോളി സ്പിരിറ്റ്. അതാണ് ആദ്യം പറയുന്ന മുന്നറിയിപ്പ്. എന്നിട്ടാണ് പറയുന്നത് നമുക്കുള്ള വ്യത്യസ്തതകളെ കുറിച്ച്. നമുക്ക് പല കൃപാവരങ്ങളുള്ളതുകൊണ്ട് നമ്മൾ ശുശ്രൂഷിക്കുന്നതും എല്ലാം മനസ്സിലാക്കുന്ന എല്ലാം വ്യത്യാസമായിട്ടായിരിക്കും, പക്ഷെ അതെല്ലാം ക്രിസ്തുവിന്റെ അവയവങ്ങൾ എന്ന രീതിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ പറയുന്ന കൃപാവരങ്ങളിലുള്ള വ്യത്യാസം എന്താണ്? ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. അപ്പൊ ചില ആൾക്കാർ ശുശ്രൂഷിക്കും ഭയങ്കര കട്ടിയായിട്ടായിരിക്കും, ചില ആൾക്കാർ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, ചില ആൾക്കാർ വിമർശിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, എന്തിനാ ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നു ചോദിക്കും. ചില ആൾക്കാർ എന്നാ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ തരത്തിലുള്ള ശുശ്രൂഷ. ചിലപ്പോൾ മുറിക്കേണ്ടി വരും, ചിലപ്പോൾ മുറിവ് കെട്ടേണ്ടി വരും, ചിലപ്പോൾ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കേണ്ടി വരും. ദൈവം ഓരോ തരത്തിലാണ് ഈ അവയവങ്ങൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് മനുഷ്യന്റെ സ്കില്ലല്ല, അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഓക്കെ, വീര്യപ്രവൃത്തികൾ വ്യത്യാസമുണ്ടെങ്കിലും എല്ലാവരിലും പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. ഇപ്പൊ നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലും ശുശ്രൂഷകളിലും കൃപാവരങ്ങളിലും എല്ലാം നമുക്ക് വ്യത്യാസമുണ്ട്, പക്ഷെ എല്ലാം പ്രവർത്തിക്കുന്ന ഒരേ ദൈവം, ഓക്കെ, ഒരേ കർത്താവ് തന്നെ. എന്നാൽ ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. അപ്പൊ എന്തിനാണ് ഇങ്ങനെ വ്യത്യസ്തതകൾ? നമുക്ക് ഒരുപോലെ എല്ലാവരും ആയിരുന്നാൽ എന്തായിരുന്നു കുഴപ്പം? എല്ലാവർക്കും അന്യഭാഷ, എല്ലാവർക്കും പ്രവചനം, എല്ലാവർക്കും രോഗശാന്തി, എല്ലാവർക്കും വീര്യപ്രവൃത്തികൾ, എല്ലാവർക്കും ജ്ഞാനം പരിജ്ഞാനം, ഇങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു കുഴപ്പം? എന്തുകൊണ്ടാണ് വ്യത്യസ്ത അവയവങ്ങളാക്കി സൃഷ്ടിച്ചിരിക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കൃപാവരങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്തുവിന്റെ നിറവിനൊത്താണ്. അപ്പോൾ ഒരവയവം ക്രിസ്തുവിന്റെ നിറവിലാണ് ശുശ്രൂഷിക്കുന്നത്. വായെങ്കിൽ വായ്, ഇപ്പൊ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന വായാണെന്ന് വിചാരിച്ചു, ക്രിസ്തുവിന്റെ നിറവിലാണ്. നാളെ ഒരാളെ സഹായിക്കാൻ വേണ്ടി കൈ നീട്ടുമ്പോൾ ആ കൈ നീട്ടുന്നത് ക്രിസ്തുവിന്റെ നിറവിലാണ്. അപ്പൊ ഓരോ കൃപാവരങ്ങളും ക്രിസ്തുവിന്റെ നിറവിലാണ്. ഇടയ ശുശ്രൂഷാവരം യേശു ക്രിസ്തു എങ്ങനെയാണോ അതുപോലെ കൃപാവരമായിട്ട് വരുമ്പോൾ, മനുഷ്യബുദ്ധിയിൽ വരുമ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ഓരോ കൃപാവരങ്ങളും ക്രിസ്തുവിന്റെ ഓരോ അവയവങ്ങൾ ആ തലയെ വെളിപ്പെടുത്തുന്ന പോലെയാണ്. ഇപ്പൊ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും അങ്ങോട്ട് നമ്മൾ വരിക. നമുക്ക് എല്ലാവർക്കും ജ്ഞാനവും പരിജ്ഞാനവും ആവശ്യമാണ്, അല്ലെ? പക്ഷെ തുടങ്ങുമ്പോൾ അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. നമ്മളെല്ലാവരും ഒരു പരിജ്ഞാനത്തിലേക്ക് വരുന്നവരെയും ഈ പരിജ്ഞാനം ചില കൃപാവരങ്ങളായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പൊ എല്ലാ കൃപാവരങ്ങളും എന്നെന്നും ഒരാളിൽ കാണണമെന്നില്ല. ഉദാഹരണത്തിന് പ്രവചനം. എനിക്കിപ്പോ പ്രവചനത്തിന്റെ ഒരു ആവശ്യം തോന്നുന്നേയില്ല. വെളിപ്പാടുകളുടെ ആവശ്യമുണ്ട്, പക്ഷെ പ്രവചനം എന്ന് പറയാൻ നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം ദൈവം അത് കരുതിക്കൊള്ളുമെന്ന് എനിക്കറിയാം. ഐ എം കംഫർട്ടബിൾ വിത്ത് ദാറ്റ്. എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. ഐ നോ ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. അപ്പൊ നാളെ എന്ത് സംഭവിച്ചാലും ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. പക്ഷെ ആദ്യം അങ്ങനെ അല്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് പ്രൊഫസി വേണമായിരുന്നു. എന്നാൽ ഓരോ ദിവസം മുമ്പോട്ട് ചെല്ലുന്നവരും നാളെ എന്താ സംഭവിക്കുന്ന അറിയാതെ തന്നെ എനിക്ക് ജീവിക്കാൻ പറ്റും. ഒരു പുതിയ വിശ്വാസിക്ക് അത് സാധിക്കണമെന്നില്ല. അല്ലെങ്കിൽ ആ പുതിയ വിശ്വാസിക്ക് അത് സാധിക്കാത്തത് കൊണ്ട് അവനൊരു പ്രൊഫസി ആവശ്യമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എല്ലാ സമയത്തും പ്രൊഫസി ആവശ്യമില്ല. അതുപോലെ ജ്ഞാനത്തിന്റെ കൃപാവരമുള്ള ഒരാൾ എന്നെ ഉപദേശിക്കേണ്ട കാര്യവുമില്ല. അത് ആദ്യം ഉപദേശിക്കണമായിരുന്നു. പക്ഷെ പതുക്കെ പതുക്കെ നമ്മൾ ഓരോരുത്തരും മെച്യൂരിറ്റിയോട്ട് വരുന്തോറും നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇത് വെളിപ്പെടുത്തി തരുന്നത് കൊണ്ട് ഈ വക കാര്യങ്ങളെല്ലാം താൽക്കാലികമാണ്. അപ്പൊ എല്ലാ കൃപാവരങ്ങളും പെർമനന്റ് അല്ല, താൽക്കാലികം. താൽക്കാലികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രപരമായി താൽക്കാലികം എന്നല്ല, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അത് താൽക്കാലികം. അതായത് ഇന്നലെ ഉണ്ടായിരുന്ന ഒരു കൃപാവരം നാളെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ ആ കൃപാവരത്തിന്റെ ശുശ്രൂഷ എനിക്ക് നാളെ വേണമെന്ന് നിർബന്ധമില്ല.
ഇന്നൊരു പ്രവാചകൻ അന്വേഷിച്ച് പോയ ഞാൻ നാളെ പോകേണ്ട കാര്യമില്ല. കാരണം നാളെ എനിക്ക് അതിന് മുകളിലുള്ള പരിജ്ഞാനത്തിൽ ജീവിക്കാൻ സാധിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏത് അവയവമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നോ ആ ഓരോ അവയവവും ക്രിസ്തുവിന്റെ പരിപൂർണതയുടെ അളവ് പ്രാപിക്കുന്നത് വരെയാണ്. അപ്പൊ ജ്ഞാനമുള്ള ഒരാൾ എന്നോട് ശുശ്രൂഷിക്കുന്നതിനാണ്, ഞാനും അതേ ജ്ഞാനം പ്രാപിക്കാൻ വേണ്ടിയാണ്. അതായത് ക്രിസ്തുവിന്റെ ജ്ഞാനം എനിക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ്. ഇതിനകത്തെല്ലാം ക്രിസ്തുവിന്റെ പരിജ്ഞാനം നമ്മളിൽ ഓരോരുത്തരും വെളിപ്പെട്ട് വരിക, ക്രിസ്തുവിനെ പോലെ നമ്മൾ ആയിത്തീരുക എന്നുള്ളതാണ് ഈ കൃപാവരങ്ങളുടെ എല്ലാ ഉദ്ദേശം. എന്നാൽ ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. അപ്പൊ ആത്മാവ് എന്താണ് പറയുന്നത്? ക്രിസ്തുവിനെ കുറിച്ചാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പൊതുപ്രയോജനത്തിനായിട്ടാണ് ഓരോരുത്തർക്കും നൽകപ്പെടുന്നത്. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും ലഭിക്കുന്നു. ജ്ഞാനം എന്താണ്? പരിജ്ഞാനം എന്താണ്? ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബൈബിളിൽ ഒരു സംശയം ചോദിക്കുന്നു, തക്ക സമയത്ത് അതിന് ഉത്തരം ലഭിക്കുന്നു. ജ്ഞാനമാണ്, അറിവാണ്. പരിജ്ഞാനം എന്ന് പറയുന്നതല്ല, ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ള വെളിപ്പാടാണ്. എൻ്റെ സ്ഥാനത്ത് ക്രിസ്തു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇപ്പൊ നമുക്കത് വെളിപ്പെട്ട് വരുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഇത്രയും നാളും വചനം കേട്ട ആളുകൾ, വചനം പഠിക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് ഇത് തന്നെ വെളിപ്പെട്ടു. എൻ്റെ സ്ഥാനത്ത് ക്രിസ്തു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്ന ജ്ഞാനവും അത് ജീവിതത്തിലേക്ക് വരുന്ന പരിജ്ഞാനവുമാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അറിയാം സഹോദരനെ സ്നേഹിക്കണം, എല്ലാവർക്കും അറിയാം നമ്മളൊരു സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടത്. പക്ഷെ അത് ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് പരിജ്ഞാനം, നമ്മൾ അനേകം ആളുകളിൽ അത് കാണാൻ പറ്റും. ആ പരിജ്ഞാനം നമുക്ക് ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അടുത്തത് വേറൊരുത്തനെ അതേ ആത്മാവിനാൽ വിശ്വാസം. ഇപ്പൊ വിശ്വാസം എന്നൊരു കൃപാവരമായിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, എന്താണ് വിശ്വാസം ഒരു കൃപാവരമാണെന്ന് പറയാനുള്ള കാരണം? രണ്ട് തരത്തിൽ വിശ്വാസത്തെ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, രക്ഷാകരമായ വിശ്വാസം. അത് നമുക്ക് എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. എഫെസ്യ ലേഖനത്തിൽ പറയുന്നു, വിശ്വാസം ഒന്ന്. വി ഓൾ ഹാവ് ദ സെയിം സാൽവിഫിക് ഫെയ്ത്ത്. പക്ഷെ നമ്മൾ ഈ മിഷണറിമാരുടെ ലൈഫൊക്കെ നോക്കുമ്പോൾ അവർക്ക് നമുക്കില്ലാത്ത എന്തോ ഒരു സാധനം, ഒരു ഫെയ്ത്ത് നമുക്ക് കാണാൻ പറ്റും. അത് ഇതേ ഫെയ്ത്ത് തന്നെയാണെങ്കിലും അതൊരു കൃപാവരമായി അവർ അനുഭവിക്കുന്നു. ഉദാഹരണത്തിന്, ഒന്നും മുമ്പിൽ കാണാതെ പോയി ജീവിക്കാൻ ഉള്ള ധൈര്യം കർത്താവ് നോക്കിക്കോളും. പലപ്പോഴും പ്രായോഗിക ജീവിതത്തിൽ പലരും അത് കണ്ടെത്താൻ ബുദ്ധിമുട്ടുമ്പം ചില ആളുകളിൽ ഈ വിശ്വാസത്തിന്റെ ഒരു ഓവർ ഡോസ്, നമ്മളെ അമ്പരപ്പിക്കുന്ന, ഓവറല്ല ഒന്നും, നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു ഫെയ്ത്ത്, നമ്മൾക്ക് പ്രചോദനമാകുന്ന ഒരു ഫെയ്ത്ത്. അപ്പൊ ആ ഫെയ്ത്ത് അവർക്ക് മാത്രം മതിയോ? പോരാ, നമുക്കും കൂടെ വേണം. അത് പൊതുപ്രയോജനത്തിനായിട്ടാണ് അവർക്ക് നൽകപ്പെടുന്നത്. അതായത് ആ ഫെയ്ത്ത് നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലും അത് ഇൻസ്പിരേഷൻ ഉണ്ടാക്കണം. നമ്മുടെ ഉള്ളിൽ ആ ഫെയ്ത്ത് വളരണം. കർത്താവ് ഇങ്ങനെ നടത്തുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്, നമ്മൾ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട കാര്യമില്ല. അവൻ അനുസരിക്കാൻ മരണത്തോളം പോരാടുന്നത് കൊണ്ട് കുഴപ്പമില്ല, മരിച്ചു പോയാലും കുഴപ്പമില്ല. ഈ ഫെയ്ത്ത് റിയൽ ആയിട്ട് അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത് എന്തിനാണ് ആ വിശ്വാസം എന്ന കൃപാവരം അവർക്ക് ലഭിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്കും അതേ വിശ്വാസം ഉണ്ടാകാൻ വേണ്ടിയാണ്. അതായത് നമ്മളെല്ലാവരും ക്രിസ്തു എന്ന തലയോളം ഓരോ അവയവവും എത്തണം. അതുകൊണ്ട് തന്നെ പരസ്പരം ശുശ്രൂഷിച്ചും ബലപ്പെടുത്തിയുമാണ് ഈ അവയവങ്ങൾ ക്രിസ്തുവിനോടൊപ്പം എത്തുന്നത്. അപ്പോൾ വിശ്വാസം എന്ന കൃപാവരം, നമ്മൾ ചില ആളുകൾ, അത് നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. അനേകം ആളുകളിൽ അതുണ്ട്, അനേകം ആളുകളിൽ അതില്ല. ഓക്കെ, ചിലർ വളരെ പെട്ടെന്ന് കുലുങ്ങിപ്പോവും, ടെൻഷൻ അടിച്ചു പോകും, ആകുലപ്പെടും. വേറെ അവർ നല്ല വിശ്വാസികൾ തന്നെയാണ്, പക്ഷെ അവർക്ക് ആകുലത, ആങ്സൈറ്റി ചില സമയത്തുണ്ടാവും. ചിലർ ഡിപ്രഷനിലേക്ക് വരെ പോകുന്ന നല്ല വിശ്വാസികളുണ്ട്. ഓക്കെ, പക്ഷെ അത് വിശ്വാസത്തിന്റെ ആ ഒരു തലത്തിലുള്ള വിശ്വാസത്തിന്റെ ബലഹീനതയാണ്. എന്നാൽ രക്ഷാകരമായ വിശ്വാസം അപ്പോഴും അവർക്കറിയാം, ഞങ്ങൾ സ്വർഗത്തിൽ പോകും, ഞങ്ങളുടെ പാപങ്ങളെ കർത്താവ് ക്ഷമിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഒരിക്കലും നശിച്ചു പോവുകയില്ല. പക്ഷെ പ്രായോഗിക ജീവിതത്തിൽ പലപ്പോഴും ഇത് കണ്ടെത്താൻ ആൾക്കാർ ബുദ്ധിമുട്ടുന്നത് കാണാം. അപ്പൊ ചില എക്സാമ്പിൾസിനെ ദൈവം നമ്മുടെ മുമ്പിൽ പൊതുപ്രയോജനത്തിനായി വെക്കും. നിങ്ങൾ അവരെ നോക്ക്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നവനുമായ ക്രിസ്തുവിനെ നോക്ക്. ഇത്രയും സാക്ഷികളുടെ ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് നിങ്ങൾ നോക്ക്. അവരുടെ എല്ലാ ലൈഫിൽ ആ വെളിപ്പെട്ട വിശ്വാസത്തെ നിങ്ങൾ പഠിക്കുക. ഇതാണ് വിശ്വാസം എന്ന കൃപാവരം കൊണ്ട് മനസ്സിലാകുന്നത്. മറ്റൊരുവൻ അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം. ഇപ്പൊ രോഗശാന്തികളുടെ വരം എന്ന് പറയുന്നത്, മറ്റൊരു വീര്യപ്രവൃത്തികൾ, മറ്റൊരു പ്രവചനം, മറ്റൊരു ആത്മാക്കളുടെ വിവേചനം, വേറൊരു വിവിധ ഭാഷകൾ, മറ്റൊരു ഭാഷകളുടെ വ്യാഖ്യാനം. ഇതെല്ലാം ഓരോരോ അവയവങ്ങൾക്ക് ദൈവം കൊടുക്കുന്നതാണ്. ഇതെല്ലാം വിശദമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പലതരത്തിലുള്ള കൃപാവരങ്ങൾ, ഏതാണ്ട് 20 മേളിൽ കൃപാവരങ്ങൾ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, അടുത്ത വാക്യം പറയുന്നത്, മറ്റൊരു വീര്യപ്രവൃത്തികൾ, മറ്റൊരു പ്രവചനം, മറ്റൊരു ആത്മാക്കളുടെ വിവേചനം, വേറൊരു പലവിധ ഭാഷകൾ, മറ്റൊരു ഭാഷകളുടെ വ്യാഖ്യാനം. അപ്പോൾ ഒരു സഭയിൽ ഞാൻ വിചാരിക്കുന്ന ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം, ആത്മാക്കളെ വിവേചിക്കുന്ന ഒരു ശുശ്രൂഷ ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അന്യഭാഷ പറയുമ്പോൾ അത് ഏത് സ്പിരിറ്റിലാണ് എന്ന് നമ്മൾ നോക്കേണ്ടത് ആവശ്യമാണ്.
ഞാൻ ചില സമയത്ത് ആളുകൾ അന്യഭാഷ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്നു. പക്ഷേ മിക്കവാറും സമയത്ത് അത് അങ്ങനെയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് ആത്മാവിലും നമുക്ക് ഈ ക്രിസ്തുവിനെ കൺഫസ് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാം. ഇഫ് ഇറ്റ് ഈസ് ക്രൈസ്റ്റ് ഫോക്കസ്ഡ്, ആ ആ ഒരു മെസ്സേജ് ക്രിസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് ആത്മാവ് ഏത് ആത്മാവാണ് എന്ന്. ഓക്കെ. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകർത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. അപ്പൊ ഓരോരുത്തർക്കും എന്ത് വരം വേണം, ഏത് അവയവമായിട്ടാണ് എടുക്കുന്നത് എന്നുള്ളത് ദൈവത്തിന്റെ ഒരു പ്ലാനും കൃപാവരവുമാണ്. ഇപ്പൊ എന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ചെറുപ്പകാലത്ത് സർവൈവ് ചെയ്യേണ്ട ഒരാൾ പോലും അല്ല. വളരെ ചെറുപ്പത്തിൽ മരിച്ചു പോകേണ്ട ഒരാളാണ്. എനിക്ക് അങ്ങനെയുള്ള കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു മന്ദബുദ്ധിയായി പോകേണ്ട ഒരാളായിരുന്നു. ബട്ട് ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ദൈവം അത് വളരെ സമയമെടുത്ത് എന്നോട് പ്രവർത്തിച്ച് എന്നെ ഈ രീതിയിലാക്കി ഇവിടെ എത്തിച്ചു. അപ്പൊ ദൈവത്തിന് ഒരു അവയവത്തെ ഉണ്ടാക്കുവാനും പ്ലാൻ ചെയ്യുവാനും അവൻ ഒരുക്കിയെടുക്കുവാനും ഒത്തിരി ഒത്തിരി പരിപാടികളുണ്ട്. ഹി അറേഞ്ചസ് ഓൾ ഓഫ് ദാറ്റ് പെർഫെക്റ്റ്ലി. അങ്ങനെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഓരോരുത്തർക്കും അങ്ങനത്തെ കഥകൾ പറയാനുണ്ടാവും, ദൈവം എങ്ങനെയാണ് ഓരോരുത്തർക്കും പ്രവർത്തിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടമാണ് ഇത് ഓരോരുത്തർക്കും എങ്ങനെ എന്ത് കൊടുക്കണം, ഏത് രീതിയിൽ അവരെ കൊണ്ടുവരണം, ഏത് രീതിയിൽ അവരെ ദൈവത്തിന്റെ സഭയ്ക്ക് ശുശ്രൂഷാപരമായി പ്രയോജനപ്പെടുത്തണമെന്ന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം അനുസരിച്ചാണ് ഓരോരുത്തർക്കും കൃപാവരങ്ങളെ ലഭിക്കുന്നത്. ഇപ്പൊ വേറൊരാളുടെ കൃപാവരങ്ങൾ നോക്കി അത് എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നമ്മൾ പുകഴുന്നത് ഒരിക്കലും കൃപാവരത്തിലല്ല, ക്രിസ്തുവിലാണ്. നമുക്കെല്ലാം ക്രിസ്തു ഒന്നേ ഉള്ളൂ. നമുക്കെല്ലാം ഒരേ വിശ്വാസവും ഒരേ ഇൻഹെറിറ്റൻസും ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പുകഴ്ച ക്രിസ്തുവിലായതുകൊണ്ട് ഈ കൃപാവരം ഒരാൾക്കുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്കത് കിട്ടിയില്ല എന്ന് പറഞ്ഞു ബുദ്ധിമുട്ടിയിട്ട് കാര്യമില്ല, വിഷമിച്ചിട്ട് കാര്യമില്ല. ബിക്കോസ് ഈ കൃപാവരങ്ങളൊന്നുമല്ല നമ്മളെ ഗ്ലോറിയുടെ ആ ഗ്ലോറി ഉള്ളത് ക്രിസ്തുവിന് മാത്രമാണ്. ആ കർത്താവിനെ നമുക്ക് ലഭിച്ചു എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ആ ഗ്ലോറി ചെയ്യുന്നത്, നമ്മൾ പുകഴുന്നതിൻ്റെ അടിസ്ഥാനം. അപ്പൊ നമ്മൾ കൃപാവരങ്ങളിൽ പുകഴുന്നവരായി കഴിഞ്ഞാൽ ഈ കൃപാവരങ്ങളിലുള്ള അസൂയയും സ്വാഭാവികമാണ്. പക്ഷെ കൃപാവരങ്ങളിൽ നമ്മൾ പുകഴാതെ ക്രിസ്തുവിലാണ് പുകഴുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ പാപങ്ങളെക്കുറിച്ചുള്ള ബോധവും വേദനയും, കർത്താവെ നിന്നെ ഇപ്പോഴും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പാവിയാണല്ലോ ഞാനെന്നൊരു വേദന എൻ്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. ഐ വിൽ നെവർ ബി സീയിങ് മൈ ഓൺ ഗിഫ്റ്റ്സ് ഇൻ എനി വിത്ത് എനി ബെറ്റർ വാല്യൂ. അതിന് ഒരു വിലയും ഇല്ലാതെ തന്നെയാണ് ഞാൻ നോക്കുന്നത്. കാരണം കർത്താവ് തന്നു, കർത്താവിന് ഏത് സമയത്ത് എടുക്കാം. അതിന് വിലയില്ല എന്ന് പറഞ്ഞാൽ മൂല്യമില്ല എന്നുള്ള അർത്ഥത്തിലല്ല. ദാറ്റ് ഈസ് നോട്ട് ദ പ്രഷ്യസ് തിങ്. ഏത് സമയത്തും ഈ ശുശ്രൂഷ കർത്താവിന് വേണ്ടെന്ന് വെക്കാം, നിർത്തിക്കോളാൻ പറയാം. ഞാൻ ഇടയ്ക്ക് അങ്ങനെ ഭയപ്പെടാറുണ്ട്. ഭയപ്പെടാന്ന് പറഞ്ഞാൽ ഉള്ളിലൊരു പേടിയുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു കഴിഞ്ഞപ്പം എൻ്റെ ഉള്ളിലൊരു സംശയം, ദൈവമേ ആ ഫ്ലോ എനിക്ക് പോയോ, അതെന്തോ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ. പക്ഷെ വൈകിട്ട് സംസാരിച്ചപ്പോൾ അത് ഓക്കെ എന്ന് മാത്രമല്ല, അത് വളരെ പവർഫുള്ളായിട്ട് മടങ്ങി വരികയും ചെയ്തു. അപ്പം ഇത് ദൈവത്തിന് ഏത് സമയത്തും ഇല്ലാതാക്കാം, വേണ്ടെന്ന് വെക്കാം. നീ സംസാരിച്ചാൽ മതി, ഓക്കെ, നീ റെസ്റ്റ് ചെയ്തോ, പറയാം. അപ്പം ഞാൻ ഈ ശുശ്രൂഷയും ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ എനിക്ക് അവസാനം ഒന്നും ഗ്ലോറി ചെയ്യാനില്ലാതെ വരും. സോ ഇറ്റ്സ് എസെൻഷ്യൽ ദാറ്റ് എവറി വൺ ഓഫ് us ഗ്ലോറി ഇൻ ദ ലോർഡ് ആൻഡ് വർഷിപ്പ് ഹിം ആൻഡ് അഡോർ ഹിം. അത് തീർച്ചയായിട്ടും നമ്മുടെ ദൈവം വിളിച്ചിരിക്കുന്ന ഒരു കോളിങ് അത് തന്നെയാണ്. അതുകൊണ്ട് അവയവങ്ങൾ പലതാണെങ്കിലും നമുക്കെല്ലാം പുകഴുവാനും സന്തോഷിക്കുവാനും ഉള്ളത് ആ അവയവങ്ങളുടെ ഫംഗ്ഷനിലല്ല, തലയിലാണ്. നമ്മുടെ പ്രശംസ നമ്മുടെ തലയിലാണ്. അതങ്ങനെ ആയിരിക്കുകയും വേണം. നിങ്ങൾ മനുഷ്യരിൽ പുകഴരുത്, മനുഷ്യരിൽ പ്രശംസിക്കരുത്, അവരുടെ കൃപാവരങ്ങളെ പ്രശംസിക്കരുത്, അവരിൽ പ്രവർത്തിക്കുന്ന ക്രിസ്തുവിൽ മാത്രം പ്രശംസിക്കുക എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനം. ശരീരമൊന്നും അതിന് അവയവം പലത്. ശരീരത്തിന്റെ അവയവം പലതായിരിക്കും, ഒരു ശരീരമാകുന്നത് പോലെ ആകുന്ന ക്രിസ്തു. ഒറ്റ ശരീരം പല അവയവങ്ങൾ, അതുപോലെയാണ് ക്രിസ്തു. പക്ഷെ നമ്മളെല്ലാം ആ കർത്താവിൽ തന്നെയാണ് പ്രാപിക്കുന്നത്. ഓക്കെ, എല്ലാ അവയവങ്ങളും കർത്താവിലേക്ക് തന്നെയാണ് എപ്പോഴും നോക്കുന്നത്. അടുത്ത വാക്യം, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ എല്ലാവരും ഏക ശരീരമാകുമാണ്. നമ്മുടെ ഈ ജാതിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ഇത് എന്താ പറയുന്നത്, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും പെന്തക്കോസ്തുകാരെ അല്ല വിശ്വാസികൾ ഉദ്ദേശിച്ചുള്ളതാണ്. അവിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് ഇതെല്ലാം ഉണ്ട്. വിശ്വാസികൾക്കാണ് ഇത് ഇപ്പോഴും ഏക ശരീരമായി മാറിയതിനെ കുറിച്ച് അവർക്കൊരു ബോധ്യമില്ല. ഇപ്പോഴും അവർ ചിന്തിക്കുന്നത് ഞങ്ങൾ പല പല ജാതികളാണ്, യവനനാണ്, യഹൂദനാണ്, ഒരു കർത്താവിന്റെ പുനരുത്ഥാന ശരീരത്തില് പല ജാതികളായിട്ട് വിഭജിച്ചിരിക്കുകയാണ്. ഒരു ശരീരമായി മാറാൻ പറ്റുന്നില്ല. അത് സഭയെ സംബന്ധിച്ച് കർത്താവിന്റെ ഗ്ലോറിയെ ബാധിക്കുന്ന ഒരു കാര്യം. ഓക്കെ, കർത്താവിന്റെ ഗ്ലോറി എന്താണ്? ഞാൻ ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഒന്നായിരിക്കുമ്പോൾ
നിങ്ങൾ എൻ്റെ ജനമെന്ന് ലോകം അറിയുമെന്നാണ് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. വി കൺഫസ് ദാറ്റ് വി ബിലോങ് ടു ദ ലോർഡ് വെൻ വി ആർ വൺ. നമ്മൾ ഒന്നാകുമ്പോഴേ സാധിക്കുള്ളൂ. ആ യൂണിറ്റിയാണ് ആ കൺഫെഷൻ. നിങ്ങളത് വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടായിരിക്കും, ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവണമെന്നില്ല. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തില് അതിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നു. 21-ാം വാക്യം, 23-ാം വാക്യം. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെ സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ. അപ്പോ ക്രിസ്തു പിതാവ് അയച്ചിട്ട് വന്നതാണെന്ന് ലോകം അറിയുവാൻ, ഈ പിതാവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ലോകം അറിയുവാൻ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന്. അപ്പൊ നമ്മൾ സുവിശേഷം പറയുമ്പം പിതാവ് പുത്രനെ അയച്ചു എന്ന് പറയണമെങ്കിൽ പുത്രൻ ഈ മക്കളെല്ലാം ഒന്നായിരിക്കണം. അതല്ലാതെ അങ്ങനെ പറയാൻ പറ്റില്ല എന്നാണ് കർത്താവ് പറയുന്നത്. അതായത് സുവിശേഷം പറയണമെങ്കിൽ, പിതാവ് പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്ന് പറയണമെങ്കിൽ, ആ ശരീരത്തെ കൺഫസ് ചെയ്യുമ്പോൾ നമ്മൾ ആ യൂണിറ്റിയെ കൺഫസ് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ ഒരു മനസ്സുള്ളവരല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കൺഫസ് ചെയ്യുവാൻ സാധിക്കില്ല. ഞാൻ അവരിൽ നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. അതെങ്ങനെ ഐക്യം ഉണ്ടാകുന്നത്? അവിടെ പറയുന്നത് നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും. അപ്പൊ നമ്മളിലെല്ലാം ആരുണ്ട്? ക്രിസ്തു ഉണ്ട്. അതാണ് നമ്മുടെ ഐക്യത്തിന്റെ അടിസ്ഥാനം. കൃപാവരങ്ങളല്ല, ഡിനോമിനേഷൻസ് അല്ല. നമ്മുടെ ഐക്യത്തിന്റെ അടിസ്ഥാനം നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട് എന്നുള്ളതാണ്. നീ എന്നിലുമായി. അപ്പൊ പിതാവ് പുത്രനിലും പുത്രൻ നമ്മളിലും ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിന്റെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് ഈ യൂണിറ്റി ഓഫ് ദ ബോഡി ഓഫ് ദ ലോർഡ്. അവിടെ ഞാൻ സുറിയാനി ക്രിസ്ത്യാനി, നീ പഴയ ക്രിസ്ത്യാനി, പുതിയ ക്രിസ്ത്യാനി എന്ന് പറയുമ്പം സംഭവിക്കുന്നത്, കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നിട്ടില്ലെന്നും എന്നെ രക്ഷിച്ചിട്ടില്ലെന്നും എന്നിൽ ക്രിസ്തു ഇല്ലെന്നും ഞാൻ കൺഫസ് ചെയ്യുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ ജാതി മറ്റു ജാതിയേക്കാളും ശ്രേഷ്ഠമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ക്രിസ്തു ഈ ഭൂമിയിൽ എനിക്കായി ഇറങ്ങി വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെന്നാണ്, അല്ലേ? അതല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ക്രൈസ്റ്റ് കെയിം ഡൗൺ, ദ ഫാദർ സെൻഡ് ദ സൺ, അത് ലോകം മനസ്സിലാക്കണമെങ്കിൽ, ലോകത്തോട് പറയണമെങ്കിൽ വി നീഡ് ടു ബി വൺ. അതിനിടയിൽ ഈ പുനരുത്ഥാന ശരീരത്തെ വിഭജിക്കുന്ന ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് പാപമാണ്. ഓക്കെ, നമുക്ക് ഒരു ലേഖനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. എന്തിനാണ് കർത്താവ്? ഒരു കാര്യമുണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ നമ്മൾ ഈ വചനം വായിക്കുമ്പം യോഹന്നാന്റെ സുവിശേഷത്തില് നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെ സ്നേഹിക്കുന്നു ലോകം അറിയുവാൻ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. എന്ത്? 22-ാം വാക്യം, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നമ്മൾ എന്തിനായി ലോകത്തിലെ മഹത്വത്തിന് വേണ്ടി നടക്കുന്നതെന്നറിയാം? നമുക്കൊരു മഹത്വം തോന്നാത്തതുകൊണ്ടാണ്. നമുക്ക് ദൈവം അവന്റെ മഹത്വത്തെ തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് മാത്രമേ പറഞ്ഞുകൊണ്ട് നടക്കുള്ളൂ. ക്രിസ്തുവിന്റെ മഹത്വം നിങ്ങൾക്കുണ്ടെങ്കിൽ, ദൈവപുത്രൻ എന്നുള്ള മഹത്വം നിങ്ങൾക്കുണ്ടെങ്കിൽ, ആദാമിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കും. ഈ ആദാമിൽ നിന്നാണല്ലോ ജാതികളെല്ലാം ഉണ്ടാകുന്നത്. ഇപ്പോഴും നിങ്ങൾ ആദാമിന്റെ ഗ്ലോറി, എല്ലാ ആദാമിന്റെ മക്കളാണ്, ആദാമിന്റെ ഗ്ലോറി പറഞ്ഞുകൊണ്ട് നടക്കുമോ ക്രിസ്തുവിന്റെ ഗ്ലോറി മനസ്സിലായ ഒരാൾ? അതുകൊണ്ട് കർത്താവ് പറയാണ്, ഇവരുടെ ഗ്ലോറി എല്ലാം പോട്ടെ, ഇവരുടെ ഗ്ലോറി എല്ലാം പോയാൽ ഇവർ ഒന്നാവുള്ളൂ. ഞാൻ അവർക്ക് എൻ്റെ മഹത്വമാണ് കൊടുക്കുന്നത്. അപ്പൊ പിന്നെ ക്രിസ്തുവിന്റെ മഹത്വം ലഭിച്ചു കഴിയുന്ന ഒരാള്, ആ വാഗ്ദത്തമുള്ള ഒരാൾക്ക് ലോകത്തിന്റെ മഹത്വത്തിൽ പുകഴാൻ സാധിക്കില്ല. അങ്ങനെ പുകഴുന്നുണ്ടെങ്കിൽ അവൻ പറയുന്നത് ക്രിസ്തു എനിക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടില്ലെന്നാണ്. ആ സിമ്പിൾ ആസ് ദാറ്റ്. അപ്പൊ രക്ഷിക്കപ്പെട്ട ഒരാളെ സംബന്ധിച്ചവർ ഒരിക്കലും ഈ ജാതി വെച്ച് ചിന്തിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ അന്നും ഇന്നും എന്നും വിശ്വസിക്കുന്നു. കാരണം എന്നേക്കാൾ ഭേദമാണ് ഈ ലോകത്തിലുള്ള ആരും എന്നുള്ളത് എനിക്ക് കർത്താവ് തന്ന റെവലേഷനാണ്. അത് വളരെ പ്രഷ്യസ് ആണ് താനും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ക്രീനിൽ വരുന്ന, വീഡിയോയിൽ വരുന്ന എല്ലാവരും എന്നേക്കാൾ ഭേദമാണെന്ന് തന്നെയാണ് എൻ്റെ ഹൃദയത്തിൽ കർത്താവ് പറയുന്നത്. ഐ ആം ഓൺലി എ പേഴ്സൺ ഹു ഹാസ് റിസീവ്ഡ് ഗ്രേസ്. അപ്പം ഞാൻ എൻ്റെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഐ എം നോട്ട് ഓണറിങ് മൈ ഹെഡ്. അപ്പോൾ കൃപാവരങ്ങൾ നല്ല കാര്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു മനുഷ്യനെയും ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയല്ല, ഒരു മനുഷ്യനും ഉയർത്താൻ വേണ്ടിയില്ല, ഒരു മനുഷ്യനും കാശുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ളതുമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ കൃപാവരങ്ങളുടെ ലിസ്റ്റ് എത്ര
അത്ഭുതകരമാണ്. ജ്ഞാനത്തിന്റെ വചനം ഒരു കൃപാവരമാണ്. പരിജ്ഞാനത്തിന്റെ വചനം വേറൊരു കൃപാവരമാണ്. രണ്ടെണ്ണമായല്ലോ. വിശ്വാസത്തിന്റെ വരം 3ആയി. രോഗശാന്തിയുടെ വരം 4ആയി. വീര്യപ്രവൃത്തികളുടെ വരം 5. ആത്മാക്കളുടെ വിവേചനം 6. വിവിധ ഭാഷകൾ 7. വ്യാഖ്യാനം 8. ഓക്കെ, ഇവിടെ 8, നേരെ 6, 9 തന്നെയായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയതായിരിക്കും. ഓക്കെ, ഓക്കെ, എന്തെങ്കിലും ഇവിടെ 8, 9 എണ്ണം ഇവിടെ പറഞ്ഞു. പ്രവചനം. പ്രവചനം ഇവർ പറഞ്ഞിട്ടുണ്ടോ? പ്രവചനം. ഓക്കെ, ഓക്കെ. അപ്പോൾ ഈ 9 കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ ചില കൃപാവരങ്ങൾ നല്ലപോലെ പൈസ ഉണ്ടാക്കാവുന്ന കൃപാവരങ്ങളാണ്. ചിലത് കൊണ്ട് 5 പൈസ ഒരു ഉപകാരമില്ല. ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിന്റെ വചനം, വ്യാഖ്യാനപരം, ഇതുകൊണ്ടൊന്നും പൈസ കിട്ടത്തില്ല. പൈസ കിട്ടുന്നതിന്റെ കൃപാവരം ഏതാണ്? വീര്യപ്രവൃത്തികളുടെ വരം, പ്രവചനം, പിന്നെ എന്താ രോഗശാന്തി വരം. ഇതിനൊക്കെ ഭയങ്കര വരുമാനം. അതായത് അവർ വമ്പൻ എംപയറുകൾ ഉണ്ടാക്കുന്നു. ഇത് വെച്ചോണ്ടാ. ഡ്യൂപ്ലിക്കേറ്റ് ആണ്, കൗണ്ടർഫീറ്റ് ആണത് വേറെ കാര്യം. പക്ഷെ മുമ്പിൽ നിൽക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2, 3, 4 കൃപാവരങ്ങൾ ഭയങ്കര ബിസിനസ്സാണ്. അപ്പൊ അവര് ബാക്കിയുള്ള കൃപാവരമുള്ള ഫ്രണ്ട് ഇരിക്കുന്ന ആൾക്കാരെക്കാളെല്ലാം എന്തോ ശ്രേഷ്ഠതയുള്ളവരായി മാറുന്നു. ചില അവയവങ്ങൾ അതിഭീകരമായി വലുതാകുന്നു. വലിയൊരു വയറും ശരീരം ഇല്ലാത്ത ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? അപ്പോ 1-2 അവയവങ്ങൾ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് വളരുന്നു. അവർ വളരെ പ്രാധാന്യം ചെയ്യുന്നു. എന്താ കാരണം? അവർ കൈവയ്ക്കുമ്പോൾ രോഗം മാറുന്നു, രോഗശാന്തി വരെ ഉണ്ടത്രേ. അപ്പൊ അവരെല്ലാവരെക്കാളും വലുതായി മാറി. ഇവരിതിനെ അഭിഷേകം എന്നൊക്കെ വിളിക്കും. അവൻ അഭിഷേകമുള്ളവനാ. കണ്ടോ, പ്രാർത്ഥിച്ചപ്പോൾ കൃപാവരങ്ങളെ കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ്. അത് ജെനുവിൻ ആണെങ്കിൽ പോലും അതൊരു കൃപാവരം മാത്രമാണ്. മറ്റെല്ലാ കൃപാവരങ്ങളെയും പോലെ, എല്ലാ അവയവങ്ങളെയും പോലെ. അപ്പൊ ഇത് പൊതുപ്രയോജനത്തിനെ നൽകപ്പെടുന്നതല്ല, അവനവന്റെ പ്രയോജനത്തിന് വേണ്ടി നൽകപ്പെടുന്നതല്ല. ഇപ്പൊ പൊതുപ്രയോജനത്തിനെ നൽകപ്പെടുന്ന ഈ കൃപാവരങ്ങൾ വെച്ച് പണമുണ്ടാക്കും. അത് വെച്ച് കോടികൾ സമ്പാദിക്കുന്നു, കോടികൾ. ഇപ്പൊ പാസ്റ്റർമാർക്ക് കാരവനുകളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നത്. എവിടെയെങ്കിലും പോയാൽ അവരുടെ ചെറിയ മുറിയിലൊന്നും പോയിരിക്കാതെ കാരവനിലിരുന്ന് സിനിമാ താരങ്ങളൊക്കെ ചെയ്യുന്ന പോലെ അടുത്ത മീറ്റിങ്ങിന് കാരവനിൽ ഉറങ്ങാം, വിശ്രമിക്കാം. ആരുടെയും വീട്ടിൽ നിന്ന് 5 രൂപയുടെ വെള്ളം കുടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ആലോചിച്ച് ഏത് വഴിക്കായി ചില അവയവങ്ങൾ പോകുന്നത്. അപ്പൊ ഈ കൃപാവരങ്ങൾ എന്ന് ചിന്തിക്കാതെ ഇതിനെല്ലാം ഒരു പ്രത്യേക അഭിഷേകമെന്നും ദൈവത്തോട് വളരെ അടുത്ത ആളുകളാണ് അവരെന്നും നമ്മളെക്കാൾ അടുപ്പം ദൈവത്തോട് അവർക്കുണ്ടെന്നൊക്കെ പറയുന്നത് വളരെ വലിയ പ്രശ്നമാണ്. അത് തെറ്റുമാണ്. കാരണം നമുക്കെല്ലാം പുകഴുവാൻ ഒരു ക്രിസ്തുവേ ഉള്ളൂ. നമ്മളിലെല്ലാം വ്യാപരിക്കുന്ന ഒരു ദൈവമേ ഉള്ളൂ. സകലത്തിന്മേലും വ്യാപരിക്കുന്ന, സകലത്തിനും കാരണബോധനുമായ ഒരു ദൈവം, അല്ലേ, ഒരു കർത്താവ് നമുക്കുള്ളൂ. ഒരു ദൈവം, ഒരു കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു ദൈവമാണ്, ഒരു കർത്താവുമാണ്. ഒരാളാണ് രണ്ടും, എന്നാൽ 2 ആളാണ് ഒന്നും. അങ്ങനെയാണത്, അല്ലേ? ഓക്കെ, ഞാൻ ഇതിനെക്കുറിച്ച് ഈ സമയത്ത് വിശദീകരിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ വിവിധങ്ങളായ കൃപാവരങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ ഈ കൃപാവരങ്ങളിൽ ചിലതുള്ളവരെ നമ്മൾ ആ കൃപാവരങ്ങൾ വെച്ച് ഗ്ലോറിഫൈ ചെയ്യാൻ പാടില്ല. കാരണം നാം എല്ലാവരും ഒരേ ആത്മാവിനാൽ പണിയപ്പെടുന്നവരാണ് എന്നുള്ളത് കൊണ്ടാണ് അത്. ഇനി 12ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 13ാം വാക്യത്തിലേക്ക്, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. ഇതിനകത്ത് ഒത്തിരി തിയോളജിക്കൽ ചോദ്യങ്ങളുടെ മറുപടി ഉണ്ട്. ആത്മസ്നാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരൊറ്റ വാക്യത്തിൽ മാത്രമാണ് ലേഖനങ്ങളിൽ, അപ്പോസ്തല പ്രവൃത്തികളിൽ ആത്മസ്നാനം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി എല്ലായിടത്തും ആത്മാവിനെ പ്രാപിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്, ആത്മാവിനെ പ്രാപിച്ചോ, ആത്മാവിന്റെ മേൽ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആത്മസ്നാനം എന്ന വാക്ക്, ദ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്, ഈ വാക്ക് ഈ ഒരൊറ്റ വാക്യത്തിൽ മാത്രമാണ് പുതിയ നിയമത്തിൽ ലേഖനങ്ങളിലുള്ളത്. യോഹന്നാൻ പറയുന്നുണ്ടാവും, നിങ്ങൾ ആത്മാവിൽ സ്നാനം കഴിപ്പിക്കും. പക്ഷെ ഈ ഒരു വാക്യമാണ് എന്താ ആത്മസ്നാനം. ഈ ആത്മസ്നാനത്തിൽ എന്താ സംഭവിക്കും നിങ്ങളെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നോട് ഇപ്പോൾ ഉറക്കെ പറയണമെന്നില്ല, മനസ്സിൽ വെച്ച് ചിന്തിച്ചു നോക്കിയേ. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്?
ഒരു ശരീരത്തിലേക്ക് പല അവയവങ്ങൾ, പല ഫംഗ്ഷനുള്ള, പല കൃപാവരങ്ങളുള്ള ആളുകൾ എല്ലാം കൂടെ ഒന്നിച്ചു ചേർന്ന് ഒരവയവമായി മാറുന്നു. അതാണ് സ്നാനം. സ്നാനത്തിലൂടെ നമ്മൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി മാറും. അപ്പോൾ ഓരോ അവയവവും കർത്താവിന്റെ ഭാഗമായി മാറുമ്പോൾ അവർക്കെല്ലാം ഓരോ ഫംഗ്ഷൻ ഉണ്ട്, ഓരോ കൃപാവരങ്ങളോടെയാണ് അവർ വരുന്നത്. അതിനകത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്ന കൃപാവരങ്ങൾ ഉണ്ടാകും, മാനിഫെസ്റ്റ് ചെയ്യാത്ത കൃപാവരങ്ങളും ഉണ്ടാകും. ഇപ്പൊ ഞാൻ പത്രോസാന്ന് വിചാരിച്ചു, ഓക്കെ, ഞാൻ പത്രോസാണ്. ഞാൻ പോയി കൊർണേലിയോസിന്റെ വീട്ടിൽ പോയിരിക്കുകയാണ്. അപ്പൊ കൊർണേലിയോസിന്റെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെ അവർക്ക് ആത്മാവ് ഒന്നെന്ന് ഞാൻ എങ്ങനെ അറിയും? കാരണം ആത്മാവ് ഒന്നെങ്കിലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ ജാതികളെ ദൈവം എടുത്തു. അപ്പൊ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്നത് രോഗശാന്തി വരമാണെങ്കിൽ അവിടെ രോഗമുള്ള ആരുമില്ല. അപ്പൊ അതെങ്ങനെ കാണും? എങ്ങനെ എനിക്ക് മനസ്സിലാവും? ജ്ഞാനത്തിന്റെ വരം പ്രകടമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഭൂതത്തെ ഓടിക്കുന്ന കൃപ, അതവിടെ ഭൂതം ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ, അതുമില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കൃപാവരങ്ങൾ ഏതൊക്കെയാണ്? അന്യഭാഷ, പ്രവചനം, ഇതൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വിവിധ ഭാഷകളുടെ വരം, അത് മനുഷ്യഭാഷ പലരും സംസാരിക്കുന്നു, അല്ല പല ഭാഷകൾ ഒരാൾ സംസാരിക്കും. ഇതൊക്കെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ആത്മാവ് വരുമ്പോൾ നമുക്ക് അടയാളമായിട്ട് ഇതിനകത്ത് പല കൃപാവരങ്ങളും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ വിശ്വാസം, അന്നമാൻറ്റി പറഞ്ഞു, വിശ്വാസം നമ്മൾ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാൻ നിമിഷം കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് വിശ്വാസം വന്നു, ഞാനത് എങ്ങനെ കാണിച്ചു കൊടുക്കും? അത് ജീവിതത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോഴേ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ പല കൃപാവരങ്ങളും നമുക്ക് ആ സമയത്ത് അപ്പോസ്തലനെ ബോധ്യപ്പെടുത്താൻ മതിയാകുന്നതല്ല. അപ്പോൾ എന്ത് ഉണ്ടായേ പറ്റുള്ളൂ? ബോധ്യപ്പെടുത്താവുന്ന കൃപാവരങ്ങൾ ഉണ്ടായേ പറ്റുള്ളൂ. അപ്പൊ നമ്മളിവിടെ എല്ലാം ശ്രദ്ധിക്കും. നമ്മൾ മനസ്സിലാകുന്നത് കൃപാവരങ്ങളിൽ ബോധ്യപ്പെടുത്തുന്ന കൃപാവരം എന്ന് പറയുന്നത് അന്യഭാഷയോ പ്രവചനമോ വിവിധ ഭാഷകളുടെ വരമോ ആണ്. ബാക്കിയുള്ള കൃപാവരങ്ങൾ ആ ഇമ്മീഡിയറ്റ്ലി ബോധ്യപ്പെടുത്തുവാൻ സാധിക്കുന്നതല്ല. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. നിങ്ങൾ നോക്കിയ ചിലയിടത്ത് അപ്പോസ്തലന്മാർ കൈവയ്ക്കുമ്പോൾ അവർ അന്യഭാഷയിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അങ്ങനെയുണ്ട്. പ്രൊഫസി ഈസ് ഓൾസോ മാനിഫെസ്റ്റഡ്. അതുപോലെ അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന അവർ വിവിധ ഭാഷകളുടെ വരം അവിടെ കണ്ടത്. അവിടെ കാണുന്ന നമ്മൾ ഇന്ന് പറയുന്ന അന്യഭാഷയല്ല, വിവിധ ഭാഷകളുടെ വരം. അപ്പോൾ സ്നാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു കൃപാവരം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വരങ്ങൾ. എല്ലാ വരങ്ങളും അല്ല, ഒന്നിൽ കൂടുതൽ വരങ്ങൾ. അന്യഭാഷ പറയുകയും പ്രവചിക്കുകയും ചെയ്യും. 2 ഗിഫ്റ്റുകൾ. അങ്ങനെ വരണം. നമുക്ക് എല്ലാവർക്കും കൃപാവരങ്ങൾ ഉണ്ടായിരിക്കും. ദൈവം നമ്മളെ കർത്താവിന്റെ സഭയോട് ചേർക്കുമ്പോൾ കൃപാവരങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും. കൊർണേലിയോസിന്റെ കാലം മുതൽ ആത്മാവ് വന്ന് കർത്താവിന്റെ സഭയോട് വരെ ചേർത്ത ശേഷമാണ്, അല്ലെ, കൊർണേലിയോസിന്റെ സമയത്ത് അതിനും സ്നാനപ്പെടുന്നത്. നേരത്തെ അങ്ങനെയല്ല. നേരത്തെ യഹൂദന്മാരെ സ്നാനപ്പെടുത്തുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. യഹൂദന്മാർക്ക് ആദ്യം ഈ മെശിഹായെ കൊന്ന പാപമുണ്ട്, അത് മാനസാന്തരപ്പെടണം. അവരങ്ങനെയല്ലേ പറയുന്നത്? പത്രോസ് പറയുന്നത് നിങ്ങൾ അവനെ ക്രൂശിച്ചു കൊന്നു എന്ന് പറയുമ്പോൾ ഹൃദയം കുത്തുന്നത്, കാരണം അവർക്ക് വന്ന മെശിഹ. അപ്പോൾ അവർ അതിൽ നിന്ന് മാനസാന്തരപ്പെടണം, എന്നിട്ടേ മുമ്പോട്ട് വരാൻ പറ്റുള്ളൂ. എന്നാൽ ജാതിയെ സംബന്ധിച്ച് അവർ ക്രിസ്തുവിനെ കൊന്നു എന്നുള്ള പാപം അവരുടെ മേൽ ഡയറക്റ്റ് ആയിട്ടില്ല, നമ്മുടെ മേലില്ല. അപ്പം നമ്മൾ കർത്താവിൻ്റെ സുവിശേഷം വിശ്വസിച്ചാൽ മതി. വിശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് മാനസാന്തരം ഉണ്ടാകും. ആ മാനസാന്തരം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് മൊത്തത്തോടെ മരണത്തിന് വിടുന്ന ഒരു ലൈഫ് ലോങ് മാനസാന്തരമാണ് നമുക്കുണ്ടാകുന്നത്. അത് എല്ലാ വിശ്വാസികൾക്കും, യഹൂദന്മാർക്ക് എല്ലാവർക്കും അത് തന്നെയാണ് ഉണ്ടാകുന്നത്. പക്ഷെ അവർക്കൊരു ഇനീഷ്യൽ മാനസാന്തരം. അതുകൊണ്ടാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽക്കുവിൻ എന്ന് പറയുന്നത്. അപ്പോൾ പാപമോചനം ഈസ് കണക്റ്റഡ് വിത്ത് ദാറ്റ് ബാപ്റ്റിസം ഫോർ ദം. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഗിൽറ്റ് ഉണ്ട്. യേശു ക്രിസ്തുവിനെ കൊന്നു എന്നുള്ളൊരു ഗിൽറ്റ് അവരുടെ മേൽ ഉള്ളത് കൊണ്ടാണ് അവരുടെ സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ആവശ്യപ്പെടുന്നത്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ മൊത്തം നമ്മളെ ചൊല്ലിയാണ് അനുദപിക്കുന്നത്. ആ അനുതാപം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ ആ കാഴ്ച കാണണം, നമ്മൾ ആത്മാവ് വരണം. ആത്മാവ് വന്നിട്ടാണ് നമ്മൾ നിലവിളിക്കുന്നത്. ഇപ്പൊ കൊർണേലിയോസ് ഒരിക്കലും പാപങ്ങൾ ഏറ്റു പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. അവർ വിശ്വസിച്ചപ്പോൾ അവരുടെ മേൽ ആത്മാവ് വന്നു. ആത്മാവ് വന്നപ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. അപ്പോൾ അത് കണ്ടപ്പോൾ ഇവരുടെ മേൽ ആത്മാവ് വന്നെന്ന് പറഞ്ഞ് അവരെ സ്ഥാനപ്പെടുത്തി. അതാണ് ഒരു നമ്മളെ സംബന്ധിച്ച് അപ്പോൾ അവരുടെ മാനസാന്തരം വന്നു.
ഇനിയുള്ള ജീവിതം മരിക്കുന്നവരെ അവർ ആ മാനസാന്തരത്തിലാണ് ജീവിക്കുന്നത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഇനിഷ്യൽ റിപ്പൻറ്റൻസ് ദാറ്റ് ദ ജൂസ് ഹാഡ്. ഇറ്റ് ഈസ് റിമാർക്കബിളി ഡിഫറെന്റ് ഫ്രം ഹൗ ദേ എക്സ്പീരിയൻസ്ഡ് ദ മെസ്സിയ ആൻഡ് ഹൗ വി എക്സ്പീരിയൻസ് മെസ്സിയ ഇൻ ദ ബിഗിനിങ്. പക്ഷെ നമുക്കെല്ലാം വരുന്ന ഒരേ ആത്മാവായതുകൊണ്ട് ക്രിസ്തുവിൽ യഹൂദനൊന്നുമില്ല, യവനനൊന്നുമില്ല, നമ്മളെല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. ഒരേ ആത്മാവിനാൽ നമ്മൾ നിറഞ്ഞിരിക്കുന്നു. നമ്മൾ അന്യഭാഷകളിൽ സംസാരിക്കുന്നു, നമ്മളത് വ്യാഖ്യാനിക്കുന്നു, പ്രവചിക്കുന്നു, കൃപാവരങ്ങളിൽ നിറയുന്നു, ഒരുത്തൻ വേറൊരുത്തനെ ശുശ്രൂഷിക്കുന്നു, അന്യഭാഷ പറയുന്നവൻ ദൈവവുമായി ബന്ധപ്പെടുന്നു. അപ്പോൾ കൂടുതൽ പേർക്ക് അന്യഭാഷ എന്ന് പറയുന്ന ആ കൃപാവരം ഉണ്ടാകണമെന്ന് പൗലോസ് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും, നിങ്ങൾ വിശേഷാൽ അന്യഭാഷ പറയാൻ വേണ്ടി അപേക്ഷിക്കുക, കർത്താവിനോട് ചോദിക്കാൻ പറയുന്നുണ്ട്, അല്ലെ, ശ്രേഷ്ഠ കൃപാവരങ്ങൾക്ക് വേണ്ടി യാചിക്കാൻ പറയുന്നുണ്ട്. സോ ദർ ഇസ് നോ പ്രോബ്ലം ഇൻ പ്രേയിങ് ഫോർ ദ ടങ്സ് എക്സ്പീരിയൻസ്. എസെൻഷ്യൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസെൻഷ്യൽ അല്ല. നമ്മൾ സ്വർഗത്തിൽ പോകാൻ ടങ്സ് ഇല്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിലൊക്കെ പോകും. ടങ്സ് ഇല്ലെങ്കിൽ നമ്മൾ വിശദീകരിക്കപ്പെടും. നമ്മുടെ മുൻപ് കാലത്ത് വിശ്വസിച്ചുകൊണ്ടിരുന്ന അനേക മിഷണറിമാർ, ഇവിടെ വന്ന് മരിച്ചുപോയി ബ്രദറൻ മിഷണറിമാർ, നമ്മുടെ സമയമാൻഡത്തിൽ എഴുതിയ ആൾ നാഗൽ സാഹിബ്, ഒരിക്കലും ടങ്സ് പറഞ്ഞിട്ടുള്ള ആൾക്കാരല്ല. ബട്ട് ദേ ഹാവ് ദ ഹോളി സ്പിരിറ്റ്. അവരുടെ ആത്മാവുണ്ടായിരുന്നു, അവർക്ക് കൃപാവരം ഉണ്ടായിരുന്നു. അവർ വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് കർത്താവിൻ്റെ മിഷണറിമാരായി അവർക്ക് സാക്ഷികളായി മാറി. ലോകം മുഴുവൻ പെന്തക്കോസ്ത് 1901 വരുന്നതിന് മുമ്പ് എത്രയോ മിഷണറിമാർ, കർത്താവിൻ്റെ രക്തസാക്ഷികളായ മിഷണറിമാർ വിവിധങ്ങളായ കൃപാവരങ്ങളാൽ നടത്തപ്പെട്ടിരുന്നു. ആ വിവിധങ്ങളായ കൃപാവരങ്ങൾ അവരുടെ ഉള്ളിൽ ആത്മാവിനെ വെളിപ്പെടുത്തിയിരുന്നു, അവർ ക്രിസ്തുവിനെ ഉയർത്തിയിരുന്നു. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വൈൽ ടങ് സ്പീക്കിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് ദാറ്റ്സ് നോട്ട് എക്സ്ക്ലൂസീവ്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ കാരണം കൂടിയാണ് കർത്താവ് ക്രൂശിൽ കയറിയത്. ആ ഒരു കൾപ്പബിലിറ്റി നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വി ആർ നോട്ട് ഡയറക്ട്ലി റെസ്പോൺസിബിൾ, കാരണം നമ്മുടെ കയ്യിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനത്തിന്റെ പ്രോഫസിസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡയറക്ട്ലി നോയിങ്ലി കമ്മിറ്റ് ചെയ്ത ആ ഒരു പാപം യഹൂദന്മാരുടെ മേലെ ഉണ്ടായിരുന്നു. ബട്ട് വി ഓൾസോ വുഡ് ഹാവ് ഡൺ ദ സെയിം. നമ്മളാണെങ്കിൽ ഇത് തന്നെ ചെയ്യുമായിരുന്നുള്ളൂ. നമുക്ക് പകരം കർത്താവ് മരിച്ചു എന്നുള്ളതിനാൽ നമ്മുടെ പാപം അവിടെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ബട്ട് ഡയറക്റ്റ് അല്ല, ഡയറക്റ്റ് ആയിട്ട് ആ പാപത്തിലേക്ക് വന്നത് യഹൂദന്മാരാണ്. സോ ദാറ്റ്സ് വൈ വി ഫൈൻഡ് എ ഡിഫറൻസ് ദയർ. മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവാൻ പോയി ക്രിസ്തുവിനെ നീ കൺഫസ് ചെയ്തിട്ട് നീ നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുവിനെ ക്രൂശിച്ച പാപം, അത് പത്രോസിന്റെ പ്രസംഗത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്പീക്കിംഗ് അബൌട്ട് ദാറ്റ് വൺ സിൻ, ഹോൾഡിംഗ് ദം റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. ഓക്കെ, പക്ഷെ രക്ഷിക്കപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച്, ആത്മാവ് വന്ന ഒരാളെ സംബന്ധിച്ച് there is no difference. എല്ലാവരും ഒരുപോലെയാണ്. എല്ലാവരും കർത്താവിന് മുമ്പിൽ ഒരുപോലെയാണ്. ഒരേ ആത്മാവിനെ നാം പാനം ചെയ്തിരിക്കുന്നു, ഒരേ ആത്മാവിനാൽ നാം സ്നാനമേറ്റിരിക്കുന്നു. ഓക്കെ, അപ്പോ ഇത് ഈ ഒരു കാര്യം നമ്മൾ പറയുന്നത്, ഈ കൃപാവരങ്ങളുടെ യൂണിറ്റിയെ കുറിച്ച് നമ്മൾ പറയുന്നതിനുള്ള കാരണം അതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്ന നോക്കിയേ, ഓരോ ശരീരമല്ല പലതത്രേ. ഞാൻ കൈ അല്ലായതുകൊണ്ട് ശരീരത്തിനുള്ളതല്ല എന്ന് കാൽ പറയുന്നെങ്കിൽ അത് ശരീരത്തിനുള്ളതല്ല എന്ന് വരികയില്ല. അപ്പം എല്ലാവരും കൈ പോലെ ഇരിക്കണമെന്ന് നിർബന്ധിക്കാൻ പാടില്ല. ചിലത് കാല് പോലെ ആയിരിക്കും, ഓക്കെ, ചിലത് കണ്ണായിരിക്കും, ചിലത് ചെവിയായിരിക്കും. അപ്പൊ വേറൊരാളെ പോലെ നമ്മൾ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. വി ക്യാൻ ബി ഡിഫറെന്റ് ഫ്രം അനദർ പേഴ്സൺ. ഓക്കെ, ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. സകലവും ഒരവയവമെങ്കിൽ ശരീരം എവിടെ? കണ്ണ് മാത്രമാണ് എനിക്കുള്ളതെങ്കിൽ ശരീരം ഇല്ല. അപ്പോൾ ഒരു കൃപാവരമുണ്ട്. ഇന്ന് പെന്തക്കോസ്റ്റിൽ സംഭവിക്കുന്ന ഒരു വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആകെ ഉള്ളൊരു കൃപാവരം അന്യഭാഷ മാത്രമാണ്. വേറൊരു കൃപാവരം കാണാനില്ല. പ്രവചിക്കുന്ന ഒരു മുഴുവൻ ലോകത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ബാക്കി കൃപാവരങ്ങളുടെ മിസ്സിങ് അത് സഭയെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പം ആദ്യം ചിന്തിക്കേണ്ടത് കൃപാവരമുള്ള ശുശ്രൂഷകൾ, കൃപാവരങ്ങളുടെ വെളിപ്പെടുത്തലുകളാണ്. അത് ഉപദേഷ്ടാവായാലും ഇടയനായാലും സുവിശേഷകനായാലും മിഷണറി ആയാലും ഏത് ഇവാഞ്ചലിസ്റ്റായിട്ട് വെളിയിൽ പോകുന്ന ഒരാൾ, അവന് രോഗശാന്തി പ്രാർത്ഥിക്കുമ്പോൾ രോഗങ്ങൾ മാറുന്ന, ഭൂതങ്ങൾ പുറത്തു പോകുന്നു, ആ ഒരു കൃപ കൂടെ അവരുടെ കൂടെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഈ ശരീരത്തെക്കുറിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നേരത്തെ പല രീതിയിൽ സംസാരിച്ചിട്ടുള്ളതാണ്. ചില അവയവങ്ങൾക്ക് ബലം കുറവാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കൈക്ക് ഒരു വേദന ഉണ്ടായാൽ നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ്. ബാക്കി എല്ലാ അവയവങ്ങളോട് ചേർന്നാണ് ആ ഒരു കൈയെ ശുശ്രൂഷിക്കുക. ആരും എതിർത്ത് നിൽക്കുന്നില്ല. നമുക്കൊരു ബലഹീനതയുണ്ട്, കാല് വളഞ്ഞതാണ് എന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു കാര്യമുണ്ടല്ലോ, നമ്മൾ പെന്തക്കോസ്തുകാർക്ക് ഒത്തിരി പേർക്കും ഈ രണ്ട് കാലിന് നീളം വ്യത്യാസമുണ്ട്. അതറിയാം നിങ്ങൾക്ക്?
അത് കാരണം ഒത്തിരി ശുശ്രൂഷകർ കാല് വലിച്ച് നീട്ടി ശരിയാക്കി ഇടുന്നില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ഒരു കാലിന് ഇത്തിരി നീളം കുറവെന്ന് പറയുന്നത് നമുക്ക് ആ കാലിനോട് വിരോധം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അതൊരു സൈഡിലോട്ട് തിരിഞ്ഞ് നടക്കുന്നതനുസരിച്ച് ഇരിക്കുമെന്ന് നമുക്കറിയാം, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഏതെങ്കിലും ഒരു അവയവം ബലഹീനമാണെങ്കിൽ ആ ബലഹീനമായ അവയവത്തിന് അവയവത്തോട് ആർക്കും ഒരു പുച്ഛവും ഇല്ല. ആണോ? ഒരു ചെവി കേൾക്കുന്നില്ല, നമ്മൾ എപ്പോഴെങ്കിലും ആ ചെവിയെ കുറ്റം പറഞ്ഞ് കളിയാക്കുമോ? ഇല്ല. കാരണം എന്താ? അത് എൻ്റെ അവയവമാണ്. അത് എത്ര ബലഹീനമാണെങ്കിലും എൻ്റെ അവയവമാണ്. ഇപ്പൊ നമ്മുടെ ചുറ്റും ഇരിക്കുന്ന ആൾക്കാർ നമ്മൾ എന്തൊക്കെ പറയും? ഇതെല്ലാം കർത്താവിന്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. അവരങ്ങനെയാണ്, ഇങ്ങനെയാണ്, അവരങ്ങനെ ചെയ്ത് ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിയുമ്പോൾ വി ആർ റിഡിക്യൂളിങ് ദ ബോഡി ഓഫ് ദ ലോർഡ്. നമ്മൾ സഹോദരനെ നിന്ദിക്കുക ഏറ്റവും പുതിയ നിയമത്തിലെ ഏറ്റവും കഠിനമായ പാപമാണ്. സഹോദരനെ നിസ്സാര എന്ന് പറയുക, നിന്ദിക്കുക, അവഗണിക്കുക. നീ എന്നെ പോലെ അല്ലാത്തതിനാൽ നീ ശരിയല്ലെന്ന് പറയുക. ഓക്കെ, ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്താൽ നമ്മൾ സ്വതന്ത്രരാക്കപ്പെടാതെ ഇരിക്കുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ മറ്റുള്ളവരുടെ മേലെ നമ്മുടെ കാര്യം നോക്കാതെ നമ്മൾ മറ്റുള്ളവരെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ട് നടക്കാനുള്ള കാരണം. അപ്പൊ ആൾക്കാരെല്ലാം എന്നെ കുറിച്ച് പറഞ്ഞ് ഞാൻ ഭയങ്കര വിമർശകനാണ്. ഞാൻ ആകെ ഒരു കാര്യം വിമർശിക്കാറുള്ളൂ, വചനം. ഈ ദൈവവചനത്തെ കലർത്തുന്ന, മനുഷ്യത്വം കലർത്തുന്ന, മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് തന്നെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിന് മാത്രമേ നമ്മൾ, ഒരു വ്യക്തിയോടും നമുക്ക് യാതൊരു വിരോധവുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ജാതിയെക്കുറിച്ചൊരു പ്രസംഗം പ്രസംഗിച്ചിട്ട് ആൾക്കാരെല്ലാം എന്നോട് ചോദിക്കുന്നത് ആരാത്. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് വ്യക്തിപരമായ യുദ്ധം ഇല്ല. വി ഡോണ്ട് ഹാവ് എ പേഴ്സണൽ വാർഫെയർ വിത്ത് എനിവൺ. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് പോലും എനിക്കറിയത്തില്ല. ഇറ്റ്സ് നോട്ട് എ പേഴ്സണൽ വാർഫെയർ അറ്റ് ഓൾ. അദ്ദേഹത്തോടും സകല മനുഷ്യരോടും നമുക്ക് കരുണ മാത്രമേ ഉണ്ടാകാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് നമ്മളെല്ലാം ബെറ്റർ ഒന്നുമല്ല. പക്ഷെ ദിസ് ഈസ് ദ സിസ്റ്റം. ആ പാപത്തിന്റെ സിസ്റ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവർ മുമ്പോട്ട് വരുന്നില്ല, ധൈര്യം കാണിക്കുന്നില്ല, വിശ്വാസത്തിന്റെ ധൈര്യം കാണിക്കുന്നില്ല. അല്ലെങ്കിൽ വീണ്ടും ജനിക്കാത്ത ആൾക്കാർ, ക്രിസ്തുവിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർ ഈ സഭകളുടെയൊക്കെ തലപ്പത്തിരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് പെയിൻ. അല്ലാതെ ഇറ്റ്സ് നോട്ട് അബൌട്ട് വൺ പേഴ്സൺ സേയിങ് സംതിങ് ഓർ ഡൂയിങ് സംതിങ്. ഓക്കെ, ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനം കൊടുക്കുന്നു. നമ്മൾ എന്തിനാ പൗഡർ ഇടുന്നത്? എന്തിനാണ് നമ്മൾ തലമുടി ചെയ്യുന്നത്? എന്നോട് ചോദിക്കരുത് എന്താ ചെയ്യാത്തതെന്ന്, ഞാൻ രാവിലെ അന്വേഷിച്ചിട്ട് കണ്ടില്ല. ഓക്കെ, എനിവേ, എന്തുകൊണ്ടാണ് നമ്മൾ തലമുടി ചെയ്യുകയും പൗഡർ ഇടുകയും സെന്റ് അടിക്കുകയൊക്കെ ചെയ്യുന്നത്? അവർ ഇത്തിരി ബലഹീനത ഉള്ളതുകൊണ്ടല്ലേ? ആണ്. കാരണം ഈ ബലഹീനത കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന് ഇത്തിരി എക്സ്ട്രാ മാനം കൊടുക്കും. മേക്കപ്പ് ഇടുന്നത് എന്തിനാണ്? അത് പോരാ, ഇവിടെ ഇത്തിരി കറുപ്പ് കൂടുതലാണ്, മേക്കപ്പ് ഇട്ടേക്കാം. ശരിക്കും നമ്മുടെ ഇത്തിരി മാനം കുറവാന്ന് തോന്നുന്നുകൊണ്ടാണ്. അപ്പൊ ഏതെങ്കിലും ഒരു അവയവത്തിന് ഇത്തിരി മാനം കുറവായാൽ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ അത് മേക്കപ്പ് ചെയ്ത് കവർ ചെയ്യും. അതാണ് സ്നേഹം. പക്ഷെ മനുഷ്യരെടുത്ത് അങ്ങനെ ചെയ്യില്ല. അവന്റെ തെറ്റുകളെല്ലാം നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് അതിനെ കോളമാക്കി നശിപ്പിക്കും. അവന് പിന്നെ സഭയിൽ കയറാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കി കൊടുക്കും. പറയാം, ഞാൻ സത്യമല്ലേ പറഞ്ഞുള്ളൂ. ഉള്ളൂ, സത്യമാണെങ്കിലും കുഴപ്പമില്ല. ഈ ഇത് ആ അവയവത്തെ എന്താ രക്ഷപ്പെടുത്താൻ സാധാരണ നമ്മൾ ശ്രമിക്കുന്നത് നമ്മുടെ അവയവത്തെ പൊതിഞ്ഞു പിടിക്കാനാണ്, അല്ലേ? നിങ്ങളുണ്ടോ ഒരാൾ താടി വെച്ചോണ്ട് ഞാൻ ചോദിച്ചു, എന്ത് താടി ഇങ്ങനെ വെച്ചേക്കുന്നത് എന്ന് ചോദിച്ചു. പറഞ്ഞു, ഇവിടെ ഒരു കുരുവുണ്ട്, അതാരും ഒരു മുറിവുണ്ട്, അതാരും കാണാതിരിക്കാൻ വേണ്ടി. ആലോചിക്ക്, ഇവിടെ ഒരു മുറിവ് വല്ലതും ഉണ്ടെങ്കിൽ ഒരു താടി വെച്ച് അതങ്ങ് മറിഞ്ഞോളും. ശരിയല്ലേ? അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ അവയവങ്ങളും കൂടെ നിൽക്കും. ഒരു അവയവത്തിന് ഇത്തിരി മാനം കുറവാണെങ്കിൽ ഓക്കെ, ബാക്കിയുള്ള അവയവങ്ങളെല്ലാം അതിനെ സഹായിക്കും. ഇപ്പം എനിക്ക് മുഖം അത്ര പോരാൻ തോന്നുകയാണെങ്കിൽ ഞാനൊരു കണ്ണടിയൊക്കെ വെച്ച് ഒരു മീശയൊക്കെ വെച്ച് കുറെ ഭാഗം കവർ ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ അവരോട് പറയട്ടെ, മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർ വിചാരിച്ചാണ്, കണ്ടോ മേക്കപ്പ് അനുകൂലമല്ല പ്രതികൂലം. കാരണം എനിക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്ന ദൈവശരീരത്തിലെ കർത്താവിന് സ്തോത്രം എന്ന് മാത്രമേ പറയൂ. സ്വാഭാവികമായ പ്രതികരണം എന്താണ്? അതിനെങ്ങനെയെങ്കിലും കുറച്ച് മാനം കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ എന്താ പറയുന്നത്, എന്താ തലമുടി എത്ര നന്നായിരുന്നു. അപ്പം തലയോടൊന്ന് ആലോചിക്കുക, എന്നെ പുകഴ്ത്തി പറയാതെ തലമുടിയെ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു. എന്തൊരു സ്വഭാവമാണ്! അന്ന് പറഞ്ഞ് വാശിക്ക് ഞാൻ തലമുടി വെട്ടിക്കളയോ? ഇല്ല. ഒരവയവത്തിന് മാനം കിട്ടുമ്പോൾ ബാക്കി എല്ലാവരും എൻ്റെ കൂടെ സന്തോഷിക്കും, എല്ലാവരും ഒന്നിച്ച് നിൽക്കും. ഇതൊരു കൂട്ടായ്മയാണ്. ഈ കൃപാവരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നതും ഒരു സഭയ്ക്കകത്ത് കൂട്ടായ്മയായിട്ടാണ്. ഒരു സഭയ്ക്കകത്ത് ഇത് പരസ്പരം ബലപ്പെടുത്തുന്ന, പരസ്പരം ശക്തിപ്പെടുത്തുന്ന കൂട്ടായ്മയായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരമാണ് എന്നുള്ള റെവലേഷൻ, ഈ റെവലേഷനാണ് നമ്മളെ ഈ കൃപാവരങ്ങൾ ഒറ്റ കൃപാവരമായിട്ട് കണക്ട് ചെയ്ത് നമ്മളെ, ഒരു ആത്മാവിൽ പല കൃപാവരങ്ങളായി നമ്മളൊരു ശരീരമായിട്ട് കണക്ട് ചെയ്യുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നാളെ വീണ്ടും കാണാം. നാളെ രാവിലെ നമുക്ക് ഇന്ററാക്റ്റീവ് സെഷൻ ഉണ്ടായിരിക്കുന്നതാണ്. വളരെ നാളുകൾക്ക് ശേഷം
ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾ എന്ത് കൃപാവരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുവാനും കർത്താവെ അത് ക്രിസ്തുവിൻ്റെ കൃപയ്ക്കൊത്തവണ്ണം അത് വിനിയോഗിക്കുവാനും കർത്താവ് ഞങ്ങൾ എല്ലാവരും കർത്താവെ വ്യക്തിപരമായ കൃപാവരങ്ങൾ എന്താണെന്ന് മനസ്സിലായിട്ടിരിക്കുന്നത് പ്രാപിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. അത് മറ്റുള്ളവരെ അങ്ങനെ ശുശ്രൂഷിക്കുവാൻ സഹായിക്കണം. അന്യഭാഷ ആഗ്രഹിക്കുന്നവർക്ക് അത് നൽകുമാറാകണമേ. പ്രവചനം ആഗ്രഹിക്കുന്നവർക്ക് നൽകുമാറാകണമേ. ഇതെല്ലാം കർത്താവെ അങ്ങനെയൊക്കെ ഞങ്ങൾ പറഞ്ഞാൽ ഇതെല്ലാം അങ്ങയുടെ ഇഷ്ടമാണ്. അങ്ങാണ് ഇഷ്ടമുള്ളവർക്കെല്ലാം നൽകുന്നത്. ദൈവമേ, അതെല്ലാം അങ്ങയുടെ ഹിതത്തിനായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അതിനൊക്കെ ഉപരിയായി കർത്താവെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അങ്ങയുടെ ആത്മാവിൽ ഞങ്ങൾ പുകഴുകയും പ്രശംസിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിലല്ലാതെ ഒന്നിലും പ്രശംസിക്കുവാൻ കർത്താവെ ഞങ്ങൾ അനുവദിക്കരുതേ. ഒരു കൃപാവരത്തിലും ഞങ്ങൾ ഗ്ലോറി ചെയ്യാതെ, ഞങ്ങളിൽ തന്നെ ഗ്ലോറി ചെയ്യാതെ അങ്ങയിൽ എപ്പോഴും കർത്താവെ ആ ഗ്ലോറി കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.